ഹായ് ഗൈസ്, വെൽക്കം ടു അനദർ എക്സ്പ്ലോസീവ് സീരീസ് ഇൻ സെർച്ച് ഓഫ് കോഡ്സ്. ഫ്രണ്ട്സ്, ഈ സീരീസ് ഇപ്പോൾ പുതിയതായി റിലീസ് ചെയ്ത ഒരു ഓൺഗോയിങ് സീരീസ് ആണ്. ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എപ്പിസോഡ് ആരംഭിക്കുന്നത് വളരെ ഇന്റൻസും ഡാർക്കും ആയ ഒരു രംഗത്തിലൂടെയാണ്. അവിടെ ഒരു ആഴക്കടൽ കൊടുങ്കാറ്റ് പോലെ ഉയരുന്ന തിരമാലകൾ മിരാജ് സിറ്റിക്ക് ചുറ്റും ഉയർന്നുയർന്നു വരുന്നു. ഒരു ഭീമൻ കപ്പലിൽ മിരാജ് സിറ്റിയിലെ പ്രഭു ചാവോ യു അദ്ദേഹത്തിന്റെ മകൻ ചാവോ ചുവിനോടൊപ്പം നിൽക്കുന്നു. അവരുടെ മുഖങ്ങളിൽ ഒരു വിചിത്രമായ ദേഷ്യവും പിരിമുറുക്കവും നിറഞ്ഞിരിക്കുന്നു. ചാവോ യു തന്റെ മകനോട് പറയുന്നു, റെൻഡിംഗ് ക്ലോഡ് മാറ്റ് ഡ്രാഗൺ എന്നൊരു അത്യന്തം അപകടകാരിയായ രാക്ഷസൻ മിരാജ് സിറ്റിയിലെ വെള്ളത്തിൽ ഒരുപാട് നിരപരാധികളെ ക്രൂരമായി കൊന്നിട്ടുണ്ട്. പ്രതികാരത്തിന്റെ തീജ്വാല അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിറയുന്നു. നമുക്ക് ആ മൃഗത്തെ എങ്ങനെയെങ്കിലും തടയേണ്ടിയിരിക്കുന്നു. ഇന്ന് അത് വീണ്ടും ആക്രമിക്കാൻ വന്നാൽ അതിന് തിരികെ പോകാൻ അവസരം ഉണ്ടാകില്ലെന്ന് അവൻ ഉറപ്പിക്കുന്നു. പെട്ടെന്ന് സമുദ്രത്തിലെ തിരമാലകൾ കൂടുതൽ ഭീകരമാകുന്നു. വെള്ളത്തിനുള്ളിൽ നിന്ന് ഒരു ഭീമാകാരവും ഭയാനകവുമായ ഒരു മൃഗം പ്രത്യക്ഷപ്പെടുന്നു. അതിന്റെ അലർച്ച കേൾക്കുന്നവരുടെയെല്ലാം ആത്മാവിനെ തണുപ്പിക്കുന്നതാണ്. എന്നാൽ ആ മൃഗത്തെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവർ ഒരു വലിയ ഞെട്ടലിലാകുന്നു. ചാവോ ചു ഞെട്ടി വിളിച്ചു പറയുന്നു, ഇത് റെൻഡിംഗ് ക്ലോഡ് മാറ്റ് ഡ്രാഗൺ അല്ലല്ലോ. അവർക്ക് മുന്നിൽ നിൽക്കുന്നത് ഒരു ബ്ലൂ വിംഗ്ഡ് സീ ഡ്രാഗൺ ബീസ്റ്റ് ആണ്. വാട്ടർ ട്രൈബിന്റെ ഏറ്റവും വിശുദ്ധവും ശക്തവുമായ ഒരു മൃഗമാണിത്. അവർ ആശയക്കുഴപ്പത്തിലാകുന്നു. ഈ വാട്ടർ ട്രൈബിന്റെ രഹസ്യമൃഗം ഇവിടെ എന്ത് ചെയ്യുന്നു? അതിന്റെ സാന്നിധ്യത്തിന് എന്ത് കാരണമാകാം? അപ്പോഴാണ് അവർക്ക് പിന്നിൽ നിന്ന് മറ്റൊരാൾ മുന്നറിയിപ്പ് നൽകുന്നത്. ഇത് സാധാരണ രാക്ഷസനല്ല, ഇത് മഹാവന്യത്തിലെ ഏറ്റവും ശക്തരായ 10 ദിവ്യമൃഗങ്ങളിൽ ഒന്നാണ്. ഇതിനെ ഒറ്റയ്ക്ക് പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല. എന്നാൽ ചാവോ ചു അവന്റെ ദേഷ്യത്തിലും അഹങ്കാരത്തിലും ആരുടെയും വാക്കുകൾ കേൾക്കുന്നില്ല. അവൻ ഉറക്കെ വിളിച്ചു പറയുന്നു, ഹേയ്, ഇവിടെ നിന്ന് ഉടൻ പോകൂ, അല്ലെങ്കിൽ നിന്നെ ജീവനോടെ വിടില്ല. അവൻ നേരെ ആ മൃഗത്തിന് നേരെ ചാടുന്നു. എന്നാൽ ബ്ലൂ വിംഗ്ഡ് ഡ്രാഗൺ ബീസ്റ്റ് അവനെ ഒരു ശക്തമായ ആക്രമണത്തിലൂടെ പിന്നോട്ട് തള്ളുന്നു. ചാവോ ചു പൂർണ്ണമായും ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നു, എന്നെ ഇങ്ങനെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് നീ കരുതുന്നുണ്ടോ? ഞാൻ ഇതുവരെ എന്റെ പൂർണ്ണ ശക്തി ഉപയോഗിച്ചിട്ടില്ല. എന്റെ ഔദാര്യത്തിന്റെ പരിധി നീ ലംഘിക്കുകയാണ്. അവൻ തന്റെ ആയുധം ഒരുക്കി ആക്രമിക്കുന്നു. എന്നാൽ ദിവ്യമൃഗത്തിന്റെ ലെവലും ശക്തിയും അവനേക്കാൾ വളരെ മുന്നിലാണ്. ആ മൃഗം അവൻ മാരകമായ ഒരു ആക്രമണം നടത്തുന്നു. ചാവോ ചുവിന്റെ ജീവൻ അപകടത്തിലാകുന്നു. അപ്പോഴാണ് അവന്റെ പിതാവ് ചാവോ യു ഇടപെടുന്നത്. നീ എല്ലാ പരിധികളും ലംഘിച്ചു. അദ്ദേഹം ഉടൻ തന്നെ മൈരിയാഡ് റാവിൻസ് ഇൻഫോർമേഷൻ എന്ന അത്യന്തം അപകടകരവും അഡ്വാൻസ്ഡും ആയ ഒരു സാങ്കേതികത ഉപയോഗിച്ച് ആ മൃഗത്തിന്റെ ആക്രമണത്തെ തടയുന്നു. എല്ലാവരും താഴെ കുനിയുക. ഈ യുദ്ധം വളരെ എപ്പിക്കും ഇന്റൻസുമാണ്. സമുദ്രത്തിലെ വെള്ളം ആകാശത്തോളം പൊട്ടിത്തെറിക്കുന്നു. യുദ്ധത്തിനു ശേഷം രംഗം അല്പം ശാന്തമാകുന്നു. ചാവോ യു ആഴത്തിലുള്ള ചിന്തയിലാണ്. അദ്ദേഹം പറയുന്നു, ഈ ബ്ലൂ വിംഗ്ഡ് സീ ഡ്രാഗൺ ബീസ്റ്റ് വാട്ടർ ട്രൈബിന്റെ ഏറ്റവും വിശുദ്ധ മൃഗമാണ്. വാട്ടർ ട്രൈബ് ഇത്ര എളുപ്പത്തിൽ ഇത് വിട്ടുകളയില്ല. ഇത് അവരുടെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. അവർ മനഃപൂർവ്വം തങ്ങളുടെ ഈ വിശുദ്ധ മൃഗത്തെ ബലിയർപ്പിച്ച് മിരാജ് സിറ്റിയുമായി യുദ്ധം ആരംഭിക്കാൻ ഒരു ഒഴിവുണ്ടാക്കുകയാണ്. അദ്ദേഹം ആകാശത്തേക്ക് നോക്കി പറയുന്നു, നമ്മുടെ ദിവ്യ ചക്രവർത്തി ഇങ്ങനെ പെട്ടെന്ന് യാത്ര പോയി അപ്രത്യക്ഷനായിരുന്നില്ലെങ്കിൽ വാട്ടർ ട്രൈബിന് ഇങ്ങനെ ധൈര്യപ്പെടാൻ കഴിയുമായിരുന്നോ? അദ്ദേഹത്തിന് ഒരു മോശം ഫീലിംഗ് ഉണ്ട്. ഇരുണ്ട മേഘങ്ങൾ ആകാശം മുഴുവൻ മൂടുന്നു. ഒരു കൊടുങ്കാറ്റ് വരാനിരിക്കുന്നു. ഇത് വരാനിരിക്കുന്ന കാലത്തിന് ഒരു മോശം ശകുനമാണ്. ഇനി മഹാവന്യത്തിൽ ഒരുപാട് വിനാശങ്ങളാണ് വരാൻ പോകുന്നത്. ഒരുപക്ഷേ അത് ആർക്കും തടയാനാവില്ല. അദ്ദേഹം കൈകൾ കൂപ്പി ആകാശത്തോട് ചോദിക്കുന്നു, ഓ മഹാനായ ദിവ്യ ചക്രവർത്തി, ഈ പ്രയാസകരമായ സമയത്ത് ഞങ്ങളെ വിട്ട് നീ എവിടെ പോയി? ഞങ്ങൾക്ക് നിന്നെ അത്യാവശ്യമുണ്ട്. ഈ ലോകത്തിന്റെ മുഴുവൻ ചരിത്രവും പശ്ചാത്തലവും നമുക്ക് ഒരു വിവരണത്തിലൂടെ കാണിച്ചു തരുന്നു. ഈ വിശാലവും അനന്തവുമായ മഹാവന്യത്തിൽ ആകെ 5 വ്യത്യസ്ത ഗോത്രങ്ങളാണുള്ളത്. ഇവിടെ 480 നഗരങ്ങളുണ്ട്. നൂറുകണക്കിന് വർഷങ്ങളായി ഈ 5 ഗോത്രങ്ങളും അധികാരത്തിനും ഭൂമിക്കും വേണ്ടി രക്തദാഹിയായി പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. അവരുടെ അത്യാഗ്രഹവും യുദ്ധങ്ങളും ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും ദുഃഖവും നാശവും മാത്രമാണ് സമ്മാനിച്ചത്. എന്നാൽ ഒരു ദിവസം ഈ ഇരുട്ടിനെ അകറ്റാൻ ഒരു മഹാനും ശക്തനുമായ ഒരു മനുഷ്യൻ ഈ ലോകത്ത് പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹമാണ് ഷെൻ നോങ്. ഷെൻ നോങ് ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല. അദ്ദേഹത്തിന് പഞ്ചഭൂതങ്ങളുടെ അനന്തവും അത്ഭുതകരവുമായ ശക്തികൾ ഉണ്ടായിരുന്നു. ഈ അതുല്യ ശക്തി ഉപയോഗിച്ച് അദ്ദേഹം 8 ദിക്കുകളെയും പൂർണ്ണമായി കീഴടക്കി. അദ്ദേഹത്തിന്റെ മഹത്വവും ശക്തിയും കണ്ട് ലോകം മുഴുവൻ അദ്ദേഹത്തെ സ്വർഗത്തിന്റെ പുത്രൻ എന്നും ദിവ്യചക്രവർത്തി എന്നും ആദരിച്ചു. ഷെൻ നോങ്ങിന്റെ ഭരണകാലത്ത് ഈ ലോകം നൂറ്റാണ്ടുകളായി കാണാത്ത സമാധാനവും ഐശ്വര്യവും കണ്ടു. എന്നാൽ ഈ സന്തോഷം അധികനാൾ നീണ്ടുനിന്നില്ല. കൃത്യം 50 വർഷങ്ങൾക്ക് ശേഷം ഷെൻ നോങ് പെട്ടെന്ന് തന്റെ ദിവ്യചക്രവർത്തി നഗരം വിട്ട് എവിടെയോ പോയി. 100 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ആർക്കും അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അപ്പോഴാണ് വിവരണം അവസാനിക്കുന്നതും രംഗം നേരിട്ട് നാഞ്ചി പർവ്വതങ്ങളിലെ മനോഹരമായ താഴ്വരകളിലേക്ക് മാറുന്നതും. അവിടെ ഒരു ശാന്തവും സമാധാനപൂർണവുമായ സ്ഥലത്ത് ഒരു വൃദ്ധൻ വിരിയുന്ന പൂക്കളെ സ്നേഹത്തോടെ നോക്കി നിൽക്കുന്നു. അദ്ദേഹം സ്വയം പറയുന്നു, ഈ വർഷത്തെ ബിഗോണിയ പൂക്കൾ ശരിക്കും വളരെ വിരിഞ്ഞു നിൽക്കുന്നു. അവയുടെ പൂർണ്ണ സൗന്ദര്യത്തിൽ വിരിഞ്ഞിരിക്കുന്നു. ഈ വൃദ്ധൻ മറ്റാരുമല്ല, മഹാവന്യത്തിന്റെ ദിവ്യ ചക്രവർത്തിയായ ഷെൻ നോങ് തന്നെയാണ്. അദ്ദേഹം ആഴത്തിൽ ശ്വാസം എടുത്തുകൊണ്ട് പറയുന്നു, ഞാൻ 200 വർഷമായി നാഞ്ചി പർവ്വതങ്ങളിലേക്ക് തിരിഞ്ഞിരുന്നില്ല. ഇത്രയും കാലത്തിനു ശേഷം ഞാൻ ഇന്ന് ഇവിടെ തിരിച്ചെത്തി. ഒരുപക്ഷേ ഇതാണ് എന്റെ വിധി. പെട്ടെന്ന് ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ ഒരു തമാശയുള്ള ശബ്ദം മുഴങ്ങുന്നു. ഒരു യുവാവ് കാട്ടിൽ തന്റെ ജീവൻ രക്ഷിക്കാൻ പാച്ചിൽ നടത്തുകയാണ്. അവൻ ഉറക്കെ വിളിച്ചു പറയുന്നു, ഹേയ്, എന്നെ പിന്തുടരുന്നത് നിർത്തൂ.
ഞാൻ ഇവിടെ കടന്നുപോവുകയായിരുന്നു. എന്നെ കൊല്ലാൻ ഇത്ര ദൂരം ഓടിക്കേണ്ട കാര്യമുണ്ടോ? അവന്റെ പിന്നാലെ ഒരു അപകടകാരിയായ കാളമൃഗം ഓടിവരുന്നു. അവൻ ഓടുമ്പോൾ സ്വയം ചിന്തിക്കുന്നു, ഓഹോ, ഇന്നത്തെ അത്താളം ഇനി നടക്കില്ല. കാള അവനെ ഒന്ന് ഇടിക്കുന്നു. തുബായ് വായുവിൽ പറന്ന് നിലത്ത് വീഴുന്നു. അവൻ വേദനയോടെ പറയുന്നു, ഞാൻ വീണ്ടും നിന്റെ പ്രദേശത്ത് കടക്കില്ല, എന്നെ പോകാൻ അനുവദിക്കൂ. ഷെൻ നോങ് ഉടൻ തന്റെ ശക്തി ഉപയോഗിച്ച് അവന്റെ എല്ലാ മുറിവുകളും ഉണക്കുന്നു. ഇത് കണ്ട് തുബായ് പൂർണ്ണമായും ഞെട്ടിപ്പോകുന്നു. അവൻ ഉടൻ എഴുന്നേറ്റ് ഷെൻ നോങ്ങിന് മുന്നിൽ കൈകൾ കൂപ്പി പറയുന്നു, വളരെ നന്ദി, ദേവാ. ഷെൻ നോങ് ഒരു ചെറിയ പുഞ്ചിരിയോടെ പറയുന്നു, എന്റെ പേര് ഷെൻ നോങ്. ഞാൻ ദേവനോ അമർത്യനോ അല്ല. അദ്ദേഹത്തിന്റെ മാന്ത്രിക ശക്തി കണ്ട് തുബായ് ആവേശത്തോടെ പറയുന്നു, നിങ്ങൾ ദേവനല്ലെങ്കിൽ തീർച്ചയായും ഒരു മികച്ച വൈദ്യനാണ്. ഷെൻ നോങ് പറയുന്നു, അത് ശരിയാണ്, അങ്ങനെ പറയാം. അതിനുശേഷം അദ്ദേഹം ചോദിക്കുന്നു, യുവാവേ, നിന്റെ പേരെന്താണ്? ഈ അപകടകരമായ സ്ഥലത്ത് നീ എന്ത് ചെയ്യുന്നു? തുബായ് അഭിമാനത്തോടെ മറുപടി പറയുന്നു, എന്റെ പേര് തുബായ്. ഞാൻ കുട്ടിക്കാലം മുതൽ പറന്നു നടന്നാണ് വളർന്നത്. നാഞ്ചി പർവ്വതങ്ങൾ തന്നെയാണ് എന്റെ യഥാർത്ഥ വീട്. ഇത് കേട്ട് ഷെൻ നോങ് വളരെ ആകൃഷ്ടനാകുന്നു. അദ്ദേഹം പറയുന്നു, ഇത്ര ചെറുപ്പത്തിൽ തനിച്ച് ഈ അപകടകരമായ ലോകത്ത് അതിജീവിക്കുന്നു. ഇത് വളരെ അത്ഭുതകരമാണ്. തുബായ് വിശാലമായി പറയുന്നു, അത് പറഞ്ഞല്ലോ, കാരണം ഞാൻ ഭാവിയിൽ ഒരു വലിയ വന്യനായകനാകാൻ പോവുകയാണ്. ഷെൻ നോങ് അവനെ പരീക്ഷിക്കാൻ ചോദിക്കുന്നു, എങ്കിൽ എന്നോട് പറയൂ, നിന്റെ അഭിപ്രായത്തിൽ ഒരു വന്യനായകൻ എന്നാൽ എന്താണ്? തുബായ് തന്റെ ഭാവനയിൽ നിന്ന് ആവേശത്തോടെ മറുപടി പറയുന്നു, വന്യനായകൻ എന്നാൽ അത്യന്തം അപകടകരവും അത്ഭുതകരവുമായ കഴിവുകൾ ഉള്ള ഒരാൾ. ഈ ലോകത്ത് എല്ലാവരും ബഹുമാനിക്കുന്ന ഒരാൾ. അത്തരമൊരു നായകന്റെ പേര് ഈ ഭൂമിയുടെ എല്ലാ കോണിലും പ്രതിധ്വനിക്കുന്നു. അവന്റെ നിർമ്മലമായ ചിന്തകൾ കണ്ട് ഷെൻ നോങ് വളരെ സന്തോഷിക്കുന്നു. അവൻ തുബായിനെ അടുത്തേക്ക് വിളിച്ചു പറയുന്നു, തുബായ്, എനിക്ക് നിന്റെ കൈ തരൂ. ഷെൻ നോങ് അവന്റെ കൈ പിടിച്ച് നാഡി പരിശോധിക്കുന്നു. അപ്പോഴാണ് അദ്ദേഹം പൂർണ്ണമായും ഞെട്ടിപ്പോകുന്നത്. ഈ സാധാരണ കാണപ്പെടുന്ന യുവാവിനുള്ളിൽ പഞ്ചഭൂതങ്ങളുടെ 5 മഹത്തായ ഗുണങ്ങളും ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. ഷെൻ നോങ് സ്വയം ചിന്തിക്കുന്നു, ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രത്തിൽ ഈ 5 ഗുണങ്ങളും ഒരുമിച്ചുള്ള വ്യക്തികൾ വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് ജനിച്ചിട്ടുള്ളത്. ഇന്ന് ഞാൻ യാദൃശ്ചികമായി ഈ പ്രത്യേക യുവാവിനെ കണ്ടുമുട്ടി. ഇത് യാദൃശ്ചികമാകാൻ വഴിയില്ല. ഷെൻ നോങ് തുബായിനോട് വളരെ ഗൗരവമായി പറയുന്നു, യുവാവേ, എനിക്ക് നിന്നോട് ഒരു ചെറിയ സഹായം വേണം. നീ എനിക്ക് ഒരു കാര്യം ചെയ്തു തരുമോ? തുബായ് ഉടൻ തന്നെ പറയുന്നു, തീർച്ചയായും. കൽപ്പിക്കുക. ഷെൻ നോങ് അവനെ പർവ്വതത്തിന്റെ അരികിലേക്ക് കൊണ്ടുപോയി പറയുന്നു, എന്റെ ഒരു വിലപ്പെട്ട വാൾ താഴെയുള്ള കുളത്തിൽ വീണുപോയി. നീ അവിടെ ഇറങ്ങി ആ വാൾ എനിക്ക് വേണ്ടി എടുത്തുതരുമോ? തുബായ് അല്പം ഭയപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നു, ഈ കുന്നിന് താഴെയുള്ള കുളത്തിലോ? ഷെൻ നോങ് അവനെ സമാധാനിപ്പിക്കാൻ തന്റെ കീശയിൽ നിന്ന് ഒരു മിന്നുന്ന മാന്ത്രിക ഗുളിക എടുത്തു കൊടുക്കുന്നു. ഇത് ഞാൻ സ്വയം നിർമ്മിച്ച ഒരു പ്രത്യേക ഗുളികയാണ്. വെള്ളത്തിനടിയിൽ നിനക്ക് എന്തെങ്കിലും അപകടം തോന്നിയാൽ ഇത് കഴിക്കുക. ഇത് നിനക്ക് ഒരുപാട് സഹായിക്കും. അതിനുശേഷം തുബായ് ഒരു നിമിഷം പോലും കാലതാമസം വരുത്താതെ ആ അഗാധത്തിലേക്ക് ചാടുന്നു. ഷെൻ നോങ് ഒരു പുഞ്ചിരിയോടെ പറയുന്നു, അതെങ്ങനെ ഇത്ര വേഗം ചാടി എന്ന് ആദ്യം ആ കാളയോട് ചോദിക്കണം. വെള്ളത്തിനടിയിലെ കാഴ്ച വളരെ മാന്ത്രികവും അത്ഭുതകരവുമാണ്. അവൻ കുളത്തിന്റെ അടിയിൽ എത്തുന്നതിനു മുമ്പേ അവിടെ ഒരു അതിമനോഹരമായ വെളുത്ത ഡ്രാഗൺ മാനിനെ കാണുന്നു. അതിനു സമീപം ഷെൻ നോങ്ങിന്റെ വാൾ ഒരു കല്ലിൽ കുടുങ്ങിക്കിടക്കുന്നു. ദുബായ് വാൾ കണ്ട് സ്വയം പറയുന്നു, ഇതാണ് ആ മൂപ്പന്റെ വാൾ. ഇത് എടുക്കണം. പെട്ടെന്ന് സ്ഥിതി അപകടകരമാകുന്നു. പറക്കുന്ന കാള രാക്ഷസൻ വെള്ളത്തിനടിയിൽ പ്രവേശിച്ച് ആ വെളുത്ത ഡ്രാഗൺ മാനിനെ ലക്ഷ്യമിടുന്നു. ദുബായ് ആകാംക്ഷയോടെ പറയുന്നു, ഓ നോ, ഈ മാനിന്റെ നേരെയാണ് ആ കാളയുടെ കണ്ണ്. എനിക്ക് എന്തെങ്കിലും ചെയ്യണം. ആ നിമിഷം അവൻ ഷെൻ നോങ്ങിന്റെ മാന്ത്രിക ഗുളിക ഓർക്കുന്നു. അവൻ ഉടൻ ആ ഗുളിക വിഴുങ്ങുന്നു. ഒരു വിചിത്രവും ശക്തവുമായ ഊർജ്ജം അവന്റെ ഉള്ളിൽ ഒഴുകാൻ തുടങ്ങുന്നു. വെള്ളത്തിനടിയിൽ ഇരുവർക്കും ഇടയിൽ ഒരു ശക്തമായ യുദ്ധം നടക്കുന്നു. പുറത്ത് ഷെൻ നോങ് എല്ലാം അനുഭവിക്കുന്നുണ്ട്. അദ്ദേഹം വളരെ അഭിമാനത്തോടെ സ്വയം പറയുന്നു, അതെ, ഇത്ര ചെറിയ യുവാവിനുള്ളിൽ ഇത്രയധികം സാധ്യതയും ശക്തിയുമുണ്ട്. ഞാൻ അവനെ തിരഞ്ഞെടുത്തത് തികച്ചും ശരിയായ തീരുമാനമായിരുന്നു. ഈ കുട്ടി തീർച്ചയായും വലിയ കാര്യങ്ങൾ നേടും. ഒരുപാട് പരിശ്രമത്തിനും ആ മാനുമായി ഒരുമിച്ച് പ്രവർത്തിച്ചതിനും ശേഷം തുബായ് ആ രാക്ഷസനെ പരാജയപ്പെടുത്തുന്നു. എന്നാൽ ഈ യുദ്ധത്തിനിടയിൽ വാൾ തകർന്നു. ദുബായ് ആ മാനിനെ തലോടിക്കൊണ്ട് പറയുന്നു, ഹേയ് മിസ്റ്റർ മാൻ, നമ്മൾ ഒരുമിച്ച് ജീവൻ മരണത്തിനെ നേരിട്ടു. പക്ഷേ നീ എങ്ങനെ ഈ കുളത്തിനടിയിൽ കുടുങ്ങി? എന്നിട്ട് അവൻ തകർന്ന വാൾ നോക്കി അല്പം നിരാശയോടെ പറയുന്നു, ഞാൻ ആദ്യം ഈ വാൾ തിരികെ കൊണ്ടുപോകണം. ആ മൂപ്പൻ എന്നെ കാത്തിരിക്കും. ദുബായ് വെള്ളത്തിൽ നിന്ന് പുറത്തുവന്ന് തകർന്ന വാളുമായി ഷെൻ നോങ്ങിന്റെ അടുത്ത് ചെല്ലുന്നു. വാൾ കൈമാറിക്കൊണ്ട് അവൻ വളരെ കുറ്റബോധത്തോടെ പറയുന്നു, ഇതാ നിങ്ങളുടെ വാൾ. പക്ഷേ എന്നോട് ക്ഷമിക്കണം. ഇത് എന്റെ തെറ്റാണ്. ഞാൻ വളരെ വിഡ്ഢിയാണ്. എന്റെ കാരണം ഈ വാൾ തകർന്നുപോയി. ഷെൻ നോങ് ശാന്തമായി വാൾ വാങ്ങി ഒരു മധുരമായ പുഞ്ചിരിയോടെ പറയുന്നു, ഇത് നിന്റെ തെറ്റല്ല. പെട്ടെന്ന് ഷെൻ നോങ്ങിന്റെ മുഖം വളരെ ഗൗരവമായും ദുഃഖത്തോടെയും മാറുന്നു. അദ്ദേഹം തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം പറയുന്നു, എന്റെ ജീവിതത്തിൽ ആളുകൾക്ക് ഔഷധം കണ്ടെത്താൻ ഞാൻ നൂറുകണക്കിന് വ്യത്യസ്ത സസ്യങ്ങൾ പരീക്ഷിച്ചു. എന്നാൽ ആ എല്ലാ സസ്യങ്ങളുടെയും വിഷം ക്രമേണ എന്റെ ശരീരത്തിൽ അടിഞ്ഞുകൂടി. ഇപ്പോൾ ആ എല്ലാ വിഷങ്ങളും അവയുടെ ഫലം കാണിക്കുകയാണ്. എന്റെ ശരീരം ഉള്ളിൽ നിന്ന് പൂർണ്ണമായും ശൂന്യമായി കഴിഞ്ഞു. ഞാൻ വളരെ പെട്ടെന്ന് ഒരു ജീവനില്ലാത്ത കല്ലായി മാറും. ഇത് കേട്ട് തുബായ് പൂർണ്ണമായും ഞെട്ടിപ്പോകുന്നു. ഷെൻ നോങ് തുടരുന്നു, മരണം വളരെ സ്വാഭാവികമായ ഒരു കാര്യമാണ്. ആര് വന്നാലും ഒരു ദിവസം പോകും. ഞാനും എന്റെ ജീവിതത്തിൽ 200 വർഷങ്ങൾക്ക് മേൽ ജീവിച്ചു. ഇപ്പോൾ എന്റെ സമയം വന്നിരിക്കുന്നു. ഇതാണ് എന്റെ വിധി, ഇതാണ് എന്റെ അന്ത്യം. തുബായ് വളരെ വികാരഭരിതനാകുന്നു.
അവൻ കരച്ചിലിന് അടുത്ത് നിലവിളിച്ചുകൊണ്ട് പറയുന്നു, അങ്ങനെ പറയരുത്. ഷൻ നോങ് അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നു, യുവാവേ, എന്റെ സമയം ഇപ്പോൾ വളരെ കുറവാണ്. ഞാൻ നിനക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട ദൗത്യം തരാൻ ആഗ്രഹിക്കുന്നു. ഇത് സാധാരണ ജോലിയല്ല. ഈ ദൗത്യത്തിൽ മിറാജ് സിറ്റിയിലെ 50,000 നിരപരാധികളുടെ ജീവൻ ആണ് ഉള്ളത്. ഷൻ നോങ് തന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് ഒരു പ്രകാശിക്കുന്ന ദിവ്യവുഡ് ടോക്കൺ ഉണ്ടാക്കി കൈമാറുന്നു. അദ്ദേഹം പറയുന്നു, ഡാർക്ക് വാട്ടർ ഗോഡ് ഷൂലോം വളരെ അത്യാഗ്രഹിയും അഭിലാഷിയും വഞ്ചകനുമായ ഒരാളാണ്. അവന് ഒരു അവസരം മാത്രമേ വേണ്ടൂ. ഞാൻ മരിച്ചുവെന്ന് അവൻ അറിഞ്ഞ ഉടൻ അവൻ വാട്ടർ ട്രൈബിനോട് മിറാജ് സിറ്റിയിൽ ശക്തമായ ആക്രമണം നടത്താൻ ഉത്തരവിടും. അതുകൊണ്ട് യുവാവേ, നീ എന്റെ ഈ രക്തസന്ദേശമുള്ള ടോക്കൺ എടുത്ത് എത്രയും വേഗം യുബിംഗ് പർവ്വതത്തിലേക്ക് പോകണം. അവിടെ ചെന്ന് നീ ഗ്രീൻ എംപററെ കണ്ടെത്തണം. അദ്ദേഹത്തോട് 7 ദിവസത്തിനകം മിറാജ് സിറ്റിയിൽ എത്തണമെന്ന് പറയണം. അപ്പോൾ മാത്രമേ ഈ അപകടകരമായ യുദ്ധം തടയാനും ആ നിരപരാധികളുടെ ജീവൻ രക്ഷിക്കാനും കഴിയൂ. ദൗത്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ തുബായ് അല്പം ഭയപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നു, എന്നെപ്പോലുള്ള ഒരു അജ്ഞാതനും സാധാരണക്കാരനുമായ യുവാവിനെ ഇത്ര വലുതും പ്രധാനപ്പെട്ടതുമായ ഒരു ദൗത്യം എങ്ങനെ വിശ്വസിക്കും? ഷൻ നോങ് അവനെ പ്രചോദിപ്പിച്ചുകൊണ്ട് പറയുന്നു, ഒരു വലിയ വന്യ നായകനാകണമെന്ന് നീ തന്നെയാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എന്റെ കണ്ണിൽ നീ ഇതിനകം തന്നെ ഒരു നായകനായി മാറിക്കഴിഞ്ഞു. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നു, നീ ഏത് കുടുംബത്തിൽ ജനിച്ചു എന്നതോ നിനക്ക് എത്ര മാർഷൽ ആർട്സ് വശമുണ്ട് എന്നതോ പ്രധാനമല്ല. നിന്റെ ഹൃദയത്തിൽ ആളുകളോടുള്ള നന്മയും സത്യവും ഉണ്ടെങ്കിൽ നീ തീർച്ചയായും ഒരു യഥാർത്ഥ വന്യ നായകനാണ്. എന്നാൽ ഞാൻ നിന്നോട് പറയട്ടെ, ഈ പാത വളരെ അപകടകരമാണ്. ഓരോ ചുവടിലും മരണം നിനക്കായി കാത്തുനിൽക്കും. അതുകൊണ്ട് ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല. ഈ ദൗത്യം ഏറ്റെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ നീ പൂർണ്ണമായും സ്വതന്ത്രനാണ്. ദുബായ് കുറച്ച് നിമിഷങ്ങൾ ആലോചിക്കുന്നു. എന്നിട്ട് പൂർണ്ണ നിശ്ചയത്തോടെ ആ ടോക്കൺ സ്വീകരിക്കുന്നു. ഷൻ നോങ് ഒരു പുഞ്ചിരിയോടെ പറയുന്നു, എനിക്കറിയാമായിരുന്നു. ഞാൻ നിന്നെക്കുറിച്ച് തെറ്റിദ്ധരിച്ചിരുന്നില്ല. അതിനുശേഷം ഷൻ നോങ് തുബായിന് 3 വളരെ പഴക്കമുള്ളതും മാന്ത്രികവുമായ പുസ്തകങ്ങൾ നൽകുന്നു. അദ്ദേഹം പറയുന്നു, ഈ 3 പുസ്തകങ്ങളും എന്റെ 200 വർഷത്തെ നീണ്ട യാത്രയിലും അനുഭവങ്ങളിലും ഞാൻ എന്റെ സ്വന്തം കൈകൊണ്ട് എഴുതിയവയാണ്. മഹാവന്യം എന്ന ഈ ക്ലാസിക്കിനുള്ളിൽ ഈ ലോകത്തിലെ 700-ലധികം പർവ്വതങ്ങളുടെയും 480 നഗരങ്ങളുടെയും പൂർണ്ണമായ രേഖയുണ്ട്. ഈ ലോകത്തിലെ അപൂർവവും വിചിത്രവുമായ സസ്യങ്ങൾ, അപകടകാരികളായ രാക്ഷസന്മാർ, ഭീകരമൃഗങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഈ പുസ്തകങ്ങളിൽ ഒളിപ്പിച്ചിരിക്കുന്നു. ഇന്ന് എന്റെ ഏറ്റവും വിലപ്പെട്ട പൈതൃകം ഞാൻ നിനക്ക് ഏൽപ്പിക്കുകയാണ്. ഭാവിയിൽ നിനക്ക് എവിടെയെങ്കിലും പോകണമെങ്കിലോ എന്തെങ്കിലും വിവരം വേണമെങ്കിലോ ഈ പുസ്തകങ്ങൾ തുറന്നു നോക്കുക. നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നിനക്ക് ഇവിടെ കണ്ടെത്താനാകും. നിന്റെ ജീവിതത്തിൽ നീ ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ സ്ഥലത്തേക്ക് പോയാൽ നിനക്ക് ഇതിൽ നിന്റെ സ്വന്തം പുതിയ അധ്യായങ്ങൾ കൂട്ടിച്ചേർക്കാം. അല്പം ദുഃഖത്തോടെ ഷൻ നോങ് പറയുന്നു, വളരെ ദുഃഖകരമാണ്. എന്റെ ശരീരത്തിലെ എല്ലാ മെറിഡിയനുകളും പൂർണ്ണമായും തകർന്നുപോയി. എന്റെ എല്ലാ കുംഭവും മാർഷൽ ആർട്സ് ശക്തികളും എനിക്ക് നിനക്ക് കൈമാറാൻ കഴിയുന്നില്ല. എന്നാൽ അത് പറ്റില്ല. എന്റെ ശക്തികൾക്ക് പകരം ഈ സോളാർ ഷൻ നോങ് ഗുളികകൾ എടുക്കുക. ഇവ നിന്റെ യാത്രയിൽ വളരെ ഉപകാരപ്പെടും. എന്നാൽ എപ്പോഴും ഒരു കാര്യം ഓർക്കുക, ഈ ഗുളികകൾ വളരെ ശക്തമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ മാത്രം ഉപയോഗിക്കുക. ഒരിക്കലും അമിതമായി ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ അത് നിനക്ക് ദോഷം ചെയ്തേക്കാം. ഷൻ നോങ്ങിന്റെ ഈ വാക്കുകൾ കേട്ട് തുബായിയുടെ കണ്ണുകളിൽ വെള്ളം നിറയുന്നു. ഷൻ നോങ് സ്നേഹത്തോടെ അവന്റെ തലയിൽ തട്ടിക്കൊണ്ട് പറയുന്നു, എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? തുബായ് കരഞ്ഞുകൊണ്ട് പറയുന്നു, കാരണം ഇന്ന് നമ്മൾ വേർപിരിഞ്ഞതിനു ശേഷം എനിക്ക് ഇനിയൊരു സുഹൃത്തിനെ എന്നേക്കുമായി നഷ്ടമാകും. എന്നിട്ട് ഷൻ നോങ് അവന് ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം പറഞ്ഞുകൊടുക്കുന്നു. ആളുകൾ ഈ ലോകത്ത് വരുന്നു, എന്നിട്ട് പോകുന്നു. ഇതൊരു ചക്രമാണ്. ഈ ലോകം മുഴുവൻ ആ പൊങ്ങിക്കിടക്കുന്ന മേഘങ്ങൾ പോലെയാണ്. ഓരോ നിമിഷവും അവ രൂപം മാറിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിലെ എല്ലാം അതുപോലെ തന്നെ. എങ്കിൽ ഇതിനെക്കുറിച്ച് എന്തിനാണ് ഇത്ര സങ്കടപ്പെടുന്നത്? അവസാന ശ്വാസങ്ങൾക്കിടയിൽ അദ്ദേഹം പറയുന്നു, എനിക്ക് ഇനിയും ഒരു അവസാന ഇഷ്ടമുണ്ട്. ദയവായി ഈ തകർന്ന വൂഫിംഗൻ വാൾ നിന്റെ കൂടെ എടുക്കുക. നിന്റെ നീണ്ട യാത്രയിൽ നീ ഒരിക്കലെങ്കിലും ഫേറി കാംസാം എന്ന യക്ഷിയെ കണ്ടുമുട്ടിയാൽ ദയവായി ഈ വാൾ അവൾക്ക് തിരികെ നൽകണം. നീ പോകുന്നതിനു മുമ്പ് ആ ജേഡ് ബിഗോണിയ മരത്തിൽ നിന്ന് ഒരു ശാഖ എനിക്ക് വേണ്ടി ഒടിച്ചു തരുമോ? ഭാരമുള്ള ഹൃദയത്തോടെ തുബായ് ആ ശാഖ ഒടിച്ച് അദ്ദേഹത്തിന്റെ കൈകളിൽ വെക്കുന്നു. ഈ വേദനാജനകമായ അന്തരീക്ഷത്തിൽ തുബായ് ഒരു പ്രതിജ്ഞ എടുക്കുന്നു. അവൻ പൂർണ്ണ നിശ്ചയത്തോടെ പറയുന്നു, ഞാൻ സത്യം ചെയ്യുന്നു, ഈ ദൗത്യത്തിൽ ഞാൻ ഒരിക്കലും നിങ്ങളെ പരാജയപ്പെടുത്തില്ല. എന്തു വന്നാലും ഞാൻ ഇത് പൂർത്തിയാക്കും. അതിനുശേഷം രംഗം നേരിട്ട് ഒരു വളരെ ഇരുണ്ടതും ഭയാനകവുമായ സ്ഥലത്തേക്ക് മാറുന്നു. ഇത് ഡാർക്ക് വാട്ടർ ഗോഡിന്റെ കൊട്ടാരമാണ്. അവിടെ വിചിത്രമായ സംഗീതം മുഴങ്ങുന്നു. പുരോഹിതന്മാരും യോദ്ധാക്കളും കൈകൾ കൂപ്പി വിചിത്രമായ ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ആ നിമിഷം അവരുടെ പ്രധാന നേതാവും ദേവനുമായ ഷൂലോം പ്രത്യക്ഷപ്പെടുന്നു. അവൻ തന്റെ ആളുകളോട് വളരെ ആഴമുള്ള ശബ്ദത്തിൽ ചോദിക്കുന്നു, ആ വൃദ്ധൻ ഷൻ നോങ്ങിന് ആരെങ്കിലും സന്ദേശം അയച്ചിട്ടുണ്ടോ? അവന്റെ ഭയാനകനായ മനുഷ്യൻ ഭയത്തോടെ തല കുനിച്ച് മറുപടി പറയുന്നു, ഞങ്ങളെ ക്ഷമിക്കണം. ഞങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ടു. ആ വൃദ്ധനെ ഞങ്ങൾക്ക് പിടികൂടാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ മഹാവന്യത്തിന്റെ എല്ലാ കോണിലും തിരഞ്ഞു, പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു സൂചന പോലും കണ്ടെത്താനായില്ല. ഞങ്ങളുടെ ഈ തെറ്റിന് ഞങ്ങളെ ശിക്ഷിക്കണമേ. ഷൂലോം ഒരു ദുഷ്ടചിരിയോടെ പറയുന്നു, അത് വിട്ടുകളയുക. എന്തായാലും ഇത് അത്ര മോശം വാർത്തയല്ല. നിങ്ങൾക്ക് ഈ ലോകത്ത് എവിടെയും അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മിറാജ് സിറ്റിയിലെ ആളുകൾക്കും ഒരിക്കലും അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിയില്ല എന്നാണ് ഇതിന്റെ നേരായ അർത്ഥം. തന്റെ തന്ത്രം വിശദീകരിച്ചുകൊണ്ട് അവൻ പറയുന്നു, ഈ മിറാജ് സിറ്റി ഒരു കാലത്ത് ആ ഗ്രീൻ എംപററിന്റെ ആയിരുന്നു. അതുകൊണ്ട് ഉടൻ തന്നെ നിങ്ങളുടെ ഏറ്റവും മികച്ച ഡിറ്റക്റ്റീവുകളെ അയക്കുക.
ഗ്രീൻ എംബററിനെ അവർ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. ഗ്രീൻ എംബറർ അവന്റെ പർവ്വതത്തിൽ നിന്ന് പുറത്തുവരാതെയും ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാതെയും ഇരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് യാതൊരു അപകടവുമില്ല. മിറാജ് സിറ്റി വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ കാൽക്കീഴിലാകും, പൂർണ്ണമായും നശിപ്പിക്കപ്പെടും. അവന്റെ മനുഷ്യൻ ഉടൻ പറയുന്നു, അതെ യജമാനൻ, ഞാൻ ഉടൻ തന്നെ എന്റെ ആളുകളെ യുബിംഗ് പർവ്വതത്തിലേക്ക് അയക്കുന്നു.